ഐ ഡോണ്ട് റിമെമ്പർ ഒരു മൂവിയാണോ സീരീസ് ആണോന്ന്. ഒരു ജഡ്ജ് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ ജഡ്ജ് ആവേണ്ടിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമ്മളെ വിടുകയാണ്, പുതിയ ഹോപ്പ് കൊടുത്ത് വിടുമ്പോൾ നമ്മൾ അയാളുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നമുക്കതിനെ 9 രസങ്ങൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അപ്പോൾ അതുപോലെ ആ റെസ്ക്യൂ ഓപ്പറേഷനിടയിൽ അങ്ങനെ ഏതെങ്കിലും 2 കണ്ണുകളോ എന്തെങ്കിലും ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡോ ടെൽ മീ ഒരു അങ്ങ് രാജ് പറഞ്ഞൊരു കുഞ്ഞ്. പിന്നെ അത് ഒന്നല്ല, പലതും. അതായത് ഞാൻ പറയില്ല, ഈ കുട്ടികളുടെ ഒരു ഇത് വന്നപ്പോഴത്തേക്കിന് ഈ കുട്ടികളെയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചർ ഗുണ്ടാസാണ് അവർ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യനെ എപ്പോഴേ നമുക്ക് ഡെവലപ്പ് ആക്കായിരുന്നു. റൈറ്റ്. എന്നേ നമുക്ക് ഈ സ്ലംസിനെ ഒരു വ്യക്തിനെ, എനിക്ക് ഒന്നും അറിഞ്ഞൂടാത്തൊരു പൊട്ടിയായിട്ടുള്ള എനിക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഈ മിഷനെ കുറിച്ച് ഒന്നും അറിയാത്ത എനിക്ക് അവിടെ പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഞാൻ പോയ വർഷം തന്നെ എനിക്ക് 13 കുട്ടികളെ എനിക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, പൊളിറ്റീഷ്യൻസ് വിചാരിച്ചാൽ വിത്ത് ദ പവർ ആൻഡ് മണി ആൻഡ് പവർ, വാട്ട് മാജിക് ക്യാൻ യു ഡു? ജസ്റ്റ് ഇമാജിൻ, ലൈക്ക് യുനോ, എന്താ ബൗണ്ട്ലെസ് അല്ലെങ്കിൽ എൻഡ്ലെസ് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളത് കറക്റ്റായിട്ട് ആ പവർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ.